ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ ആധാർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പല ആളുകൾക്കും ഇപ്പോഴും നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ആധാർ എടുക്കുമ്പോൾ അതിന് എന്തെല്ലാം രേഖകൾ വേണം എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് ചെറിയ കുട്ടികൾക്ക് ആധാർ എടുക്കുമ്പോൾ നമ്മൾ കയ്യിൽ കരുതേണ്ട രേഖ ഒന്ന് ആ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ജനന സർട്ടിഫിക്കറ്റ്, അത് പേര് ചേർത്ത് ജനന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുട്ടിയുടെ ഫാദറാണ് വരുന്നെങ്കിൽ ഫാദറിന്റെ ആധാർ കയ്യിൽ വേണം. മദറാണ് വരുന്നതെങ്കിൽ മദറിന്റെ ആധാർ കയ്യിൽ വേണം. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കയ്യിൽ വേണമെന്നാണ്, നമ്മൾ കയ്യിൽ ഇങ്ങനെ കൊണ്ടെടുക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആധാർ നിങ്ങളെടുത്ത് വേണം എന്നർത്ഥം. അതായത് നിങ്ങളെ ഫോണിൽ ഉണ്ടായാലും കുഴപ്പമില്ല. ഈ ആധാർ നിങ്ങളെ ഫോണിൽ ഉണ്ടായാലും കുഴപ്പമില്ല എന്ന് പറയാൻ കാരണം, ആധാർ നമുക്ക് കുട്ടികളുടെ ആധാർ കിട്ടുന്ന സമയത്ത് ഫാദറിന്റെയോ മദറിന്റെയോ ആധാർ സ്കാൻ ചെയ്യാനില്ല. പക്ഷെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് ഹാർഡ് കോപ്പി വേണം. ഇപ്പൊ നമുക്കറിയാം, ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഓൺലൈൻ ആയതുകൊണ്ട് ഇനി നിങ്ങൾ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, കുട്ടിയുടെ മാതാവിന്റെ പേര്, എവിടെയാണ് ജനനം നടന്ന സ്ഥലമൊക്കെ പറഞ്ഞു തന്നാൽ നമുക്ക് കേസ് മാർട്ടിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക സിമ്പിളായിട്ട്, കുഴപ്പമില്ല. പക്ഷെ എന്തായാലും അതിന്റെ ഹാർഡ് കോപ്പി നമുക്ക് ആവശ്യമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികൾ ആധാർ എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാദറും മദറും കൂടെ വരണമെന്നില്ല. ആരെങ്കിലും ഒരാൾ വന്നാൽ മതി. പക്ഷേ ആരാണ് കൂടെ വരുന്നതെങ്കിൽ അവരെ പേര് കുട്ടിയുടെ ബർത്തിലെ പിതാവിന്റെ പേരുമായിട്ട് മാച്ച് ആയിരിക്കണം. അതായത് ഫാദറാണ് വരുന്നെങ്കിൽ ഫാദറിന്റെ ആധാറിൽ എങ്ങനെയാണ് പേര്, അതേ പേര് തന്നെ ആയിരിക്കണം കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലും പിതാവിന്റെ പേര് അല്ലെങ്കിൽ ഫാദറിന്റെ പേര് കറക്റ്റ് ആയിരിക്കണം. ഉദാഹരണം, ഇപ്പൊ എൻ്റെ കുട്ടിക്ക് ഞാൻ ആധാർ എടുക്കുകയാണെങ്കിൽ എൻ്റെ പേര് അബ്ദുൽ സലാം വി എന്നാണ് എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റിലും. കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലും ഇപ്പൊ എന്തായിരിക്കണം, പിതാവിന്റെ പേരുള്ളിടത്ത് അബ്ദുൽ സലാം വി എന്ന് തന്നെ വേണം. ഓരോടത്ത് അബ്ദുൽ സലാം, ഓരോടത്ത് അബ്ദുൽ സലാം വി, മറ്റൊരിടത്ത് അബ്ദുൽ സലാം വിളഞ്ഞിപ്പലാന്, അല്ലെങ്കിൽ മറ്റൊരിടത്ത് അബ്ദുൽ സലാം. ഇതൊന്നും പറ്റൂല, സെയിം ആയിരിക്കണം, ഫുള്ളി മാച്ച് ആയിരിക്കണം എന്നർത്ഥം. ഇനിയിപ്പോ ചില കുട്ടികളോടൊക്കെ ഫാദർ ഗൾഫിലായിരിക്കും. അപ്പൊ അങ്ങനത്തെ കേസിലൊക്കെ പിന്നെ നിർബന്ധമായിട്ടും മദർ വരേണ്ടി വരും, ഒരു രക്ഷയില്ല. അപ്പോൾ മദറാണ് വരുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇതേപോലെ തന്നെ പേര്, ഈ നിബന്ധനകളൊക്കെ അവർക്കും ബാധകമാണ്. പക്ഷെ അവർക്ക് വേറൊരു പ്രശ്നമുണ്ട്. അധിക കുട്ടികളുടെയും മദറിന്റെ ആധാറിലെ അഡ്രസ്സ് അവരെ വീട്ടിലെ അഡ്രസ്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവരെ സ്വന്തം പിതാവിന്റെ അഡ്രസ്സ് ആയിരിക്കും. അതായത് കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം അവര് ഭർത്താവിന്റെ അഡ്രസ്സിലേക്ക് അവർ മാറ്റിയിട്ടുണ്ടാവില്ല. നമ്മൾ നോക്കുമ്പോൾ പിന്നെ കുട്ടിയുടെ മാതാവിന്റെ അഡ്രസ്സ് എടുത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരെ ഫാദറിന്റെ പേര് അവരവിടുത്തെ അഡ്രസ്സ് ആയിരിക്കും. ഇങ്ങനെ ആകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് ആധാർ എടുക്കാൻ കഴിയില്ല. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഒക്കെ മാറി പുതിയ സോഫ്റ്റ്വെയറിലേക്ക് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ള അഡ്രസ്സൊന്നും അടിക്കാൻ പറ്റില്ല. അതായത് കുട്ടിയുടെ മാതാവാണ് വരുന്നതെങ്കിൽ മാതാവിന്റെ ഫിംഗർ വെക്കുന്നതോടുകൂടി അല്ലെങ്കിൽ കണ്ണിന്റെ അടയാളം എടുക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുക വെച്ചാല്, അവര് ഈ മാതാവിന്റെ ആധാറിൽ ഏത് അഡ്രസ്സാണോ ആ അഡ്രസ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് അവർ ആധാറിൽ നിന്ന് ഫെച്ച് ചെയ്ത് ഈ കുട്ടിയുടെ ആധാറിലേക്ക് വരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അങ്ങനെ വരുമ്പോ ഈ മദറിന്റെ സ്വന്തം വീട്ടിലെ അഡ്രസ്സ് എങ്ങാനും കുട്ടിന്റെ ആധാറിൽ വന്ന പ്രശ്നമാണ്. പിന്നെ അത് മാറ്റാൻ നടക്കണം. അത് മാത്രമല്ല, ഇനി അങ്ങനെ അഥവാ കുട്ടിക്ക് ആധാർ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മളെ UID നിർദ്ദേശപ്രകാരം കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഏത് അഡ്രസ്സാണ് ഉള്ളത് ആ അഡ്രസ്സ് തന്നെ ആയിരിക്കണം എന്താണ് മദറിന്റെ അഡ്രസ്സ് എന്നാണ് പറയാം. അപ്പൊ ഫാദർ ആവുമ്പോൾ ആ പ്രശ്നം അവിടെ ഇല്ല. എന്താണ്, ഫാദറിന്റെ ആധാറിലെ അഡ്രസ്സും കുട്ടിയുടെ ജനസറിലെ അഡ്രസ്സും എന്തായിരിക്കും, ഒന്നായിരിക്കും, സെയിം ആയിരിക്കും. പിന്നെ എപ്പോഴും നമ്മൾക്ക് കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്താണ്, ഈ പേരിലെ പ്രശ്നം. അഡ്രസ്സൊക്കെ ഓക്കെ ആയിരിക്കും, അഡ്രസ്സ് ചെറിയ തെറ്റുകൾ ചിലപ്പോൾ കണ്ടെത്തലുണ്ട്. പക്ഷെ പേര് അധികം ആളുകൾക്കും ഇത് ആരും ശ്രദ്ധിക്കണില്ല. ആര് വരുമ്പോഴും ഒന്നില് ഒരു പേരായിരിക്കും, മറ്റേതിൽ വേറൊരു പേരേക്കാരം. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റുമായിട്ടൊന്നും മാച്ച് ആവില്ല. എന്തെങ്കിലും ഒരു പേരുണ്ടാവുകയില് അവർ ശ്രദ്ധിക്കണില്ല പല ആളുകളും, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല. പിന്നെ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ച് പറയാണ്, 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്താണ് പറഞ്ഞത് നിങ്ങളെ കുട്ടിന്റെ ആധാറിൽ അങ്ങനെയാണ്, കുട്ടിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇങ്ങനെയാണ്, നിങ്ങളെ സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനൊക്കെ പറയുമ്പോഴാണ് ഈ തെറ്റുകളൊക്കെ കണ്ടെത്തുന്നത്. അപ്പോൾ പിന്നെ കുട്ടിയെ കൊണ്ടുവരണം. പല ആളുകൾക്കുള്ളൊരു സംശയമാണ്, പിന്നെ ചോദിക്കും കുട്ടീനെ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടാവും. കുട്ടിയെ നിർബന്ധമായിട്ടും കൊണ്ടുവരണം. കുട്ടിയുടെ ഫോട്ടോ എടുക്കണം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ കുട്ടിയുടെ ഫോട്ടോ വേണം, ബയോമെട്രിക് വേണ്ട. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ കുട്ടിയുടെ ഫോട്ടോത്തിന് പുറമെന്ത് വേണം, കുട്ടിയുടെ ഫുൾ 10 വിരലെടുക്കണം, 2 കണ്ണെടുക്കണം. ഇതൊക്കെ
നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആധാർ നമുക്ക് കുട്ടിക്ക് കിട്ടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടികൾക്ക് ആധാർ എടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് നിബന്ധനകൾ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ വീണ്ടും എനിക്ക് ഇങ്ങനെ കുറേ കോളുകൾ വരുന്നത് കൊണ്ടാണ് എന്നെ വീഡിയോ വീണ്ടും ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അവരെ നൗ സലാം ടെക് വറ്റലൂർ സൈനിങ് ഔട്ട്.